നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ആക്ച്വലി നോക്കേണ്ടി മാർക്കറ്റ് ഒരുമാതിരി പോകുന്നു. അപ്പം ഞാൻ സ്വർണ്ണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഏതൊരു മാറ്റവുമില്ല എന്ന് പറയുന്നു. 14,750 പ്ലസ് ടാക്സ് ആണ് ഇപ്പോൾ. 16,090 പ്ലസ് ടാക്സ്. 24 ക്യാരറ്റ് ഗോൾഡ്. വെള്ളി 300 പ്ലസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,67,000 രൂപയാണ്. അതായത് 267. ബോത്ത് സ്വർണം പ്ലസ് വെള്ളിയിൽ എന്ത് നടക്കുന്നു എന്നാൽ വേൾഡ് മാർക്കറ്റിൽ 5,000 ഇരുന്ന സ്വർണം $4,400 അടുത്ത് വന്നിരിക്കുന്നു. 4,700 4,400 അടുത്ത് വന്നിരിക്കുന്നു. അതായത് $280 to $300 വന്ന് ഒരു ഔൺസിന് കറക്റ്റായിരിക്കുന്നു. പക്ഷേ നമ്മളെ സ്ഥലങ്ങളിൽ രണ്ട് പ്രോബ്ലം ആയിരിക്കുന്നു. നമ്മുടെ സ്ഥലത്ത് ജീരോ സ്പെഷ്യൽ ടാക്സ് ഉണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി കയറ്റിയതും അത് രൂപ അതിപാതാളത്തിൽ ചെന്ന കാരണമും നമ്മൾ സ്വർണം പോസിറ്റീവിലേ ഇരിക്കുന്നു. ശരി, ഈ 15% ടാക്സ് ഒക്കെ ഇല്ലാതെ ഇരുന്നെങ്കിൽ ഈ രൂപ കറക്റ്റായിട്ട് നിൽക്കുവാണെങ്കിലും ഇപ്പോൾ 13,500 അടുത്താണ് സ്വർണം ഇരുന്നിരിക്കണം ആക്ച്വലായിട്ട്. പക്ഷേ ഇന്ന് ജോലി ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് അവനെ 14,750 വച്ചിരിക്കുന്നു. ആണ് ഞാൻ പറഞ്ഞത് സ്വർണത്തിൻ്റെ അടുപ്പം ഒന്നും വരാൻ പറ്റൂല എന്ന്. വന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് രൂപായിനെ 9650 വരയ്ക്കും എടുത്തു ചെന്നു. ഇപ്പോൾ 9630 വന്നിരിക്കുന്നു. എക്സ്പോർട്ട് ലെവൽക്ക് എന്ത് പറഞ്ഞു? ഇത് 6 വന്നിട്ട് ഡിസംബറിൽ വരും, നവംബറിൽ വരും എന്നൊക്കെ പറഞ്ഞു. വന്നു എന്ന് മദൻ ബാബു പറഞ്ഞതുപോലെ ഒന്ന് എത്തിയിരിക്കുന്നു 96-ന്. ഈ മന്ത് എൻഡിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് 97 വരും പോലെയാണ് തോന്നുന്നു. ശ്രവൻ ചെല്ലുവാണെങ്കിൽ 3 സിംഗിൾ മാത്രം നമ്മൾ ഫോറിസ്റ്റ് അടിക്കുന്ന സിംഗിൾ ആ വാർണിംഗ് സെഞ്ചുറി അടിക്കുമായിരുന്നു. 109 വരയ്ക്കും ചെന്നായിരുന്നു എന്ന് വെച്ചാൽ സിക്സ്റ്റമിക്സ് എന്ന് പറഞ്ഞൊരു ഫേം വന്നിട്ട് എക്കണോമിക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു. പറയുന്നു ഈ ശതവീതമൊക്കെ ഹോൾസെയിൽ ബെക്സ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് രൂപ തേറ്റിയത് എന്നൊക്കെ കണ്ടുകൊണ്ട് നോക്കിയ കാരണം ശരി പ്രൈസ് ഇൻഡെക്സ് 10% ഷോക്കിംഗ് ന്യൂസ് അറിയിച്ചു വിട്ടിരിക്കുന്നു. എന്ത് പറയുമെന്ന് റീറ്റെയിൽ പ്രൈസും ക്യാച്ചപ്പ് ആകും എന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞു? കോയമ്പേട് കോസ്റ്റ്ലി ആയിരുന്നു. ഫാഹൂർ എന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമമായി ഉണ്ടായിരുന്നു. നമുക്ക് പോകുന്ന തോന്നുന്നു പെട്ടെന്ന് ഇനി വില പെട്ടെന്ന് കയറാൻ തുടങ്ങും. എന്ത് പറയുന്നു എന്ന് കക്ഷ എന്ന ഈ റേറ്റിൽ ഇരിക്കുവാണെങ്കിൽ ഇത് 500 കോടി മസ്റ്റ് ആകുന്നതിന് കൂടെ ഈ 3 രൂപ കയറ്റി തന്നെ സുത്തനാണിരിക്കുന്നു. പ്രോബ്ലമായിട്ട് പുറകെ വരുമെന്നാണ് പറയുമ്പോൾ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിലാണ് കൊടുത്തിരിക്കുന്നു. ഇത് അതിനെ വെച്ച് ജോളി ആയിട്ട് മണ്ണാട്ട കരിക്കുന്നു. പോയിന്റ് ഡൗൺ ആയിരുന്നു. നിഫ്റ്റി 340 വരച്ചും ചെന്നായിരുന്നു. ചെയ്ത് മാർക്കറ്റിന് അതിനെ പമ്പടിച്ച് കയറ്റി 3 പോയിന്റിൻ്റെ അകത്ത് നിഫ്റ്റി രാവിലെ 265 പോയിന്റ് മൈനസിനാണ് ഇരുന്നത്. ഇപ്പം 100 പോയിന്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സും 2% മൈനസ് ആണ്. ഓട്ടോ 8 മൈനസ്. Zoomerai 0.2. Armanaget FMCG നെഗറ്റീവ്. ഓട്ടോ NFU ആണ്. ഇന്ന് രാവിലെ ഒരുപാട് സ്റ്റോപ്പ് നമ്മുടെ പട്ടാസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാലായിരുന്നു. കനാറ്റ സ്റ്റീൽ 4% പോയി. Anjubulas 4%. മണപ്പുറം 4. Aquaforma 2.5. Hero Motorcar 2.3. Commercial Vehicle 2.1. Tankamain 2.1. Titan 2.1. Karnataka Bank 2.1. Tyrus Life Sciences 2. IDFC -1. മൃമേയങ്ങളെല്ലാം പാള ഇറങ്ങിയിരിക്കുന്നു. ഗവൺമെൻറ് എന്ത് പറയുന്നു എന്നാൽ വെള്ളിയുടെ ഇമ്പോർട്ട് വന്ന് ടൈറ്റൻ ചെയ്ത പൈറ്റാണ് പറയുന്നത് കാര്യങ്ങൾ. ഹൈ പ്യൂരിറ്റി ബാർന്ന് വന്ന് നോർമൽ ഇയർന്ന് റെസ്ട്രിക്റ്റഡ് ഐറ്റം അവർക്ക് എടുത്ത് ചെമ്മിരിക്കുന്നു. പീറ്റ് ഹിറ്റ്സ് ന്യൂ ലോ 630. ഓയിൽ ഷോക്ക് എന്ന് പറയുന്നത് രൂപായിന് ഇപ്പോൾ എലിയും കളിക്കുന്നത് പോലെയാണ് കളിച്ചു വെച്ചിരിക്കുന്നത്. ഫെഡറൽ റിസർവ് എന്ത് പറയുന്നു എന്നാൽ അതായത് ഗോൾഡ് വേഴ്സസ് ഇക്വിറ്റി, അതായത് ഗോൾഡ് ഇക്വിറ്റിനെ ഗാഡി ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നവർ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കുന്നു. ബോൺസ് ജെറോം പോലൊക്കെ വരുന്ന സമയം ഇൻഫ്ലേഷൻ ഹൈ ആയിരുന്നു. ഇത് ഹൈ ആയിരിക്കും. ഇൻഫ്ലേഷൻ അതായത് ഇറക്കാൻ പറ്റാത്ത ഇൻഫ്ലേഷൻ ആയിരിക്കുവാണെങ്കിൽ നമ്മളെ ഗോൾഡിൻ്റെ പുറകെ പന്തും അതർ ഡിഫൻസീവ് അസറ്റ്സ് അതർ ദാൻ ഇക്വിറ്റി
ടാറ്റ സ്റ്റീലിൻ്റെ പ്രോഫിറ്റ് വന്ന് 125% ജമ്പായിരിക്കുന്നു. അവർ ഇന്നും സ്പെഷ്യലായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ 4% വീഴുന്നു, 4% ഡിവിഡൻഡ്. ഇതിൽ ഞാൻ എന്ത് പറയാൻ വരുന്നതെന്നാൽ, അതായത് നല്ല കമ്പനിയെ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് ഉറങ്ങാൻ പോയെങ്കിൽ ഇതുപോലെ കിട്ടും. ATC ഹോട്ടൽസിൻ്റെ Q4 വന്നിട്ട് 23% കയറിയിരിക്കുന്നു. കാരണം സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട്. ആഫ്റ്റർ റെഡ്ഡി വന്നിട്ട് സെമി ബ്ലൂ പേരിലെയും സിമുലേസറിലും ഫോൺകോളജിയിലും വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വലിയ ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നു. ഈ സെമി ബ്ലൂ ടൈറ്റിന് ബ്രസീലിലും കനഡയിലും ഇറക്കാൻ പോകുന്നു. വലിയ മാർക്കറ്റിന് അവർക്ക് കൊടുക്കുമെന്ന് അവർ വിചാരിക്കുന്നു. DFC ബാങ്ക് വന്നിട്ട് AA+ സ്റ്റേബിൾ റേറ്റിംഗ് ഇരിക്കുന്നു. ഇത് ഈ കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിനെ കുറയ്ക്കും. വളരെ റീറ്റെയിൽ എക്സ്പാൻഷൻ വന്ന് ആകും. ഒരു ഗോൾഡിൻ്റെ വില കയറുന്നൊപ്പം റീറ്റെയിലിൽ ഇന്നും ഇടമിരിക്കുന്ന കാരണം ഗോൾഡിൻ്റെ സെയിൽസ് എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റൂല. ഇന്ത്യ ജുവലർ ജീനെ ഗുഷിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ഏഷ്യൻ ഫസ്റ്റ് ഫോർ ഇന്ത്യൻസ് ഫ്രീ ഷേറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വിട്, ഇത് പഴയ സ്വർണത്തിൻ്റെ അടുത്താണ്. ഇതിന് കേരളത്തെ തിരികെ വാങ്ങാമെന്നാണ് പറയുന്നത്. ഞാൻ ലാഭത്തിന് സമ്പാദിക്കും. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഡോളറും വേണ്ട. ഇന്നലെ സ്വർണം എൻ്റെ കയ്യിലാണ്. 18 ക്യാരറ്റ് ഗോൾഡ് നിങ്ങളെടുത്തും അതിന് കുറേ ക്യാഷും തരാമെന്ന് പറയുന്നു. നിങ്ങളെ പറ്റിക്കപ്പെടുമെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. മുത്തൂറ്റ് ഫിൻകോർപ്പ്, മുത്തൂറ്റ് ഫൈനാൻഷ്യലിൻ്റെ ചിന്നാണ് 4000 കോടിക്ക് IPO ആയിട്ട് ഈസ്റ്റർ ഫൈൻ സ്റ്റോക്കിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു. D26 വന്ന് നല്ല കാശ് നോക്കിയായിരുന്നു. TCS എന്ത് പറയുന്നു എന്നാൽ എക്സ്പാൻഷൻ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ടോപ്പ് ക്ലൈംസിൽ എങ്ങനെയാണ് ചൂസർ പാർട്ട്ണറായിരിക്കുന്നു. ദോസ്ക എന്നാണ് പറയുന്നത്. കൊല്ലാം എന്ന് പറയുന്ന ഒരു വലിയ സിംഗപ്പൂർ ട്രേഡിംഗ് ഗ്രൂപ്പ് ഇൻസ്പ്രൈം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനീനെ അംഗീകരിക്കുന്നു. അവർ അഗ്രി ആൻഡ് സെക്സെറ്റാറുங்க അവർ സോഫ്റ്റ്വെയർ പ്രൊവൈഡറായിട്ടാണ് ഇരിക്കുന്നത്. ഇത് അവൻ ഇപ്പോൾ ഉറങ്ങിയിരിക്കുന്നു. ടാറ്റ പ്രസ്റ്റൻ അടിക്കടി വ്യവഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നു ശ്രീനിവാസിൻ്റെ ഒപ്പമാണ് പോർക്കോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റാറ്റിക് ഡിഫിഷ്യൻസിക്ക് വിലയാകുന്നു എന്നാണ് പറയുന്നത്. അറ്റാ മോട്ടോഴ്സ് ഡേറ്റൈക്കർ എന്ന് പറയുന്ന ഒരു കമ്പനി മുമ്പേ കാശ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇരിക്കുന്ന 60% അവർ വാങ്ങിയായിരുന്നു. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറും ദിക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ റെഡി ചെയ്യുന്ന കമ്പനിയാണ്. ടാറ്റ മോട്ടോർ പാസഞ്ചർ എന്ത് പറയുമ്പോൾ എന്നാൽ 10% ഗ്രോത്ത് മേടിക്കും. BEVയിലും CUവിലും ഞങ്ങൾ സൂക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് EV സക്സസ് ആവും. പെട്രോളിൻ്റെ വില 103 രൂപയാണ്. അവിടെ കഷ്ടപ്പെട്ട് ജിയോ അതിന് 120 എടുത്ത് ചെല്ലും. 20 എടുത്ത് ചെല്ലും അല്ലെങ്കിൽ എല്ലാവരും EV നോക്കി പോകാൻ തുടങ്ങും. JLR എന്ത് പറയുന്നു എന്ന് അസ്റ്റേ സൈബർ അറ്റാച്ചു ഞങ്ങൾ മാസീവ് റിക്കവറി പ്ലാനാണ് ഇടുന്നു. അപ്പം നിങ്ങൾ റെഡി എന്നാണ് അവർ പറയുന്നു. ഇപ്രാവശ്യം ടാറ്റ ഇന്ത്യ രക്ഷിച്ചു. അത് വളരെ ക്രിട്ടിക്കലാണ് അറൗണ്ട് ചെയ്യാൻ. ASMLനെ കുറിച്ച് നിങ്ങൾക്കറിയാം. 20,000 വാങ്ങി വെച്ച് സന്തോഷിച്ചിരിക്കുന്നു. ഒരു ടാറ്റയുടെ ഒപ്പം ടൈപ്പ് ചെയ്ത് പിൻകോഡ് സിസ്റ്റത്തിന് അകത്ത് പോകുന്നു. ഇത് ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ ഒപ്പമാണ്. പിന്നെ NND നോക്കി റിസോഴ്സ് എന്ത് ചെയ്യുമെന്ന് ഒരു പാറ്റേൺ വന്നിട്ട് 3 വാങ്ങുന്നു. ഇന്ത്യ വന്നിട്ട് നെസ്ലയുടെ ലോട്ടസ് ചോക്ലേറ്റ് മാർക്കറ്റിനെ എടുത്തിരിക്കുന്നു. അത് കിക്കാറ്റിന് വാങ്ങി എല്ലാവരും കഴിക്കുന്നു. വളരെ സന്തോഷത്തോടെ കിക്കാറ്റ് വാങ്ങി കഴിച്ചതിനെ സെലിബ്രേറ്റ് ചെയ്യാം. HC ആൻഡ് തെപ്പാർക്ക് വന്ന് ഹാർട്ടിൻ്റെ ഒപ്പം പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നു. ആദിത്യ ബിർളയും അവർ 4500 കോടിയെ എടുത്ത് റഫോണയിലേക്ക് ഇടുന്നു. ദോഷ ഹാബ്റ്റേ വന്നിട്ട് സ്റ്റൈൻസ് കേക്ക് ഇരിക്കുന്ന സ്റ്റേക്കിന് നോർമൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുവെന്ന് അറിയാൻ പറ്റുന്നു. ലാൻഡിങ് ക്രെഡിറ്റ് റോഡ് സ്പൈക്ക് ആയിരിക്കുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റത്തെയും കാലി ചെയ്യുന്നു. എന്ത് പറയുന്നു നിങ്ങൾ ബോയിങ്ങിന് ഒരു ബിൽ കൊടുത്തിരിക്കുന്നു. അക്കത്തെ എക്സ്പെക്ടേഷൻ നാട്ടിൽ കുറവായിട്ടാണ് ഇരിക്കുന്നു. 800 വണ്ടി വാങ്ങുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരാളായിട്ട് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു. കിനസ് കണ്ടിന്യൂ ആകും. 2 എടുത്താൽ മതി. അപ്പോൾ വലുതായിട്ട് അഹപ്പെടില്ല. നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്താൽ ബെൽ നോട്ടിഫിക്കേഷൻ പിക്ക് ചെയ്താൽ അറ്റോർണി വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.